السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അതിലെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ ഒരു സൂറത്തും അതിലെ ഏതാനും ഭാഗങ്ങളും മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ നമ്മൾ 12 ക്ലാസ്സുകളാണ് ടോട്ടൽ പഠിച്ചത്. അതിലാദ്യത്തെ ഒരു 8 ക്ലാസ്സുകൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക്കായ ചില കാര്യങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സൂറത്തിലെ 9, 10 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശരിക്കും നമ്മൾ 3 ആയത്തുകളാണ് പഠിക്കാറുള്ളത്. എന്നാൽ ഇന്ന് 2 ആയത്തുകളിൽ ചുരുങ്ങാനുള്ള കാരണം, നമുക്ക് ഈ 2 ആയത്തുകളിൽ പറയുന്ന വിഷയം കുറച്ച് വിശദമായി പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ദിവസം ഒരു പക്ഷേ അതിനേക്കാൾ കുറച്ച് കൂടുതൽ വിശദീകരിക്കാം. ആ ഒരു ഉദ്ദേശത്തിലാണ്. കാരണം ഒരേ വിഷയം തന്നെയാണ്, ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ഓതി നോക്കാം. ഇതിനു മുമ്പുള്ള ആയത്തുകളൊന്ന് ഓതിയതിന് ശേഷം പുതിയ ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓതാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ ഇരിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കരുത്. ഒരു ക്ലാസ്സാണ്, ഖുർആൻ ക്ലാസ്സാണ്, ഖുർആൻ പഠിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട്. അത് ഒരു അലസമായി കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല. അള്ളാഹുവിൻ്റെ കലാം ഓതപ്പെടുമ്പോൾ നമ്മളോട് മിണ്ടാതെ അത് കേൾക്കാനും അതിൽ ശ്രദ്ധിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഓണാക്കി അങ്ങനെ കിടന്നാൽ ഒരു പക്ഷേ ശൈത്താൻ നമ്മളെ സ്വാധീനിക്കും, നമ്മളങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ പറയുന്ന ഓരോ ഭാഗവും ഇനി പിന്നീട് ഒരു ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ലാത്ത വിധം കൃത്യമായി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. ഒന്ന് ഓതി നോക്കാം നമുക്ക്. أعوذ بالله من الشيطان الرجيم. إن الذين كفروا إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون.
ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة. ഈ വഅല എന്നുള്ളതിൽ മദ്ദുണ്ട്, അത് മറക്കരുത്. രണ്ടും ഇതിനു മുമ്പുള്ള രണ്ട് അലകളും പോലെയല്ല മൂന്നാമത്തെ അല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവിടെ മദ്ദില്ല. വഅല സമഇഹിം, അവിടെയും മദ്ദില്ല. എന്നാൽ കുറച്ച് നീട്ടാനുള്ള ഒരു മദ്ദാണ് വഅലാ അബ്സാരിഹിം എന്നുള്ളത്. വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ومن الناس من يقول آمنا بالله وباليوم الآخر من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം പറയണം. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ 9, 10 ആയത്തുകളാണ്. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് പറയാം. ഇന്നല്ലദീന കഫറു, തീർച്ചയായും സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. അഅൻദർതഹും, നിങ്ങൾ അവർക്ക് താക്കീത് ചെയ്താലും, അല്ലെങ്കിൽ ലം തുന്ദിറുഹും, അവർക്ക് താക്കീത് നൽകിയിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അഥവാ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യൂല, അവർക്ക് താക്കീത് കിട്ടിയിട്ടും കാര്യമില്ല, താക്കീത് കിട്ടിയിട്ടില്ലെങ്കിലും കാര്യമില്ല, അവർ വിശ്വസിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആയത്താണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമല്ലാഹ്, അള്ളാഹു അടച്ചിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ, വഅലാ സമഇഹിം, അവരുടെ കാതിന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ കേൾവിയിലും, വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണിനാകട്ടെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചക്കാകട്ടെ ഒരു മൂടിയുണ്ട്. ആ മൂടിയുള്ളത് കൊണ്ട് അവർ കാണൂല്ല, കേൾക്കൂല, ചിന്തിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. വലഹും അദാബുൻ അദീം, അവർക്കാകട്ടെ കനത്ത കഠിനമായ ശിക്ഷ, ഗൗരവപൂർണമായ ശിക്ഷ അവർക്കുണ്ട് താനും. ഇതാണ് ഈ 2 ആയത്തുകൾ കാഫിറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആരാണ് കാഫിർ എന്നും എന്താണ് കുഫ്ർ എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു.
വലിയ കുഫർ എന്താണ്, ചെറിയ കുഫർ എന്താണ്, ഈ കാര്യങ്ങളും വിശദീകരിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞത് 8ാമത്തെ ആയത്താണ്, അഥവാ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം. ഇനി അങ്ങോട്ടുള്ള കുറേ ആയത്തുകൾ ഈ മുനാഫിക്കുകളെ കുറിച്ച്, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ വാദങ്ങൾ, അവരുടെ വിശ്വാസം, ഇതിനെക്കുറിച്ചൊക്കെ പറയണം. വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, മയ്യഖൂലു, പറയുന്നവരായിട്ടുള്ളവർ, പറയുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവർ പറയുന്നത്? ആമന്നാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് വമാഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഇത് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ്. അവര് പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളാണ്, ഞങ്ങൾ പരലോകമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് എന്നൊക്കെ അവർ നാവുകൊണ്ട് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തിലാവട്ടെ അവിശ്വാസമാണ്, അവർ വിശ്വാസികളല്ല. വമാഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഈ ഒരു ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിലൊക്കെ മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആരാണ് മുനാഫിക്ക് എന്നുള്ളത്. ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മനസ്സിലുള്ള ആദർശത്തിനും ആശയത്തിനും വിരുദ്ധമായി നാവുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രത്യക്ഷത്തിൽ മറ്റൊന്ന് പ്രകടിപ്പിക്കുന്നവരെയാണ് ശറഇൽ മുനാഫിഖ് അഥവാ കപട വിശ്വാസി എന്ന് പറയുന്നത്. അതായത് ഉള്ളിലൊന്നും പുറമെ വേറൊന്നുമായിരിക്കും. അവർ പുറം അങ്ങനെ നല്ല പ്രവർത്തനം ഇതൊക്കെ ഉണ്ടാകും. ആളെ കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ മുസ്ലിം തന്നെയാണ്, നല്ല ആളാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഉള്ള് പൊള്ളയായിരിക്കും. ഉള്ളില് അവരൊരു മാസ്ക് ധരിച്ച ആളുകളാണ്. അഥവാ അവരുടെ യഥാർത്ഥ വിശ്വാസം അവർ പ്രകടമാക്കാതെ അവരിങ്ങനെ മറഞ്ഞു നടക്കുന്നു. അങ്ങനത്തെ ആളുകൾ, അതാണ് കപട വിശ്വാസി എന്ന നിലക്ക് പറഞ്ഞവർ. അവരാകട്ടെ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കാരണം അവര് കാഫിറാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ എന്നാ പിന്നെ അത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. കാഫിറാണെന്ന് സമ്മതിച്ചാൽ പ്രശ്നമല്ല, പക്ഷെ അവർ മുസ്ലിം ആണെന്ന് അവകാശപ്പെടുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിനോട് ഉള്ളിൽ അങ്ങേറ്റം വെറുപ്പ് വെക്കുന്ന ഏറ്റവും വലിയ അപകടകാരികളാണ് അവർ. നേരെ ശ്രദ്ധിക്കുക, കാഫിറുകളെക്കാൾ വലിയ അപകടകാരികളാണ് മുനാഫിക്കുകൾ. ഒരാൾ മുസ്ലിമാണ്, മറ്റൊന്ന് കാഫിറാണ്. ഇത് രണ്ടും രണ്ട് ഭാഗമാണ്. മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയാണ്, അവർ സ്വർഗത്തിലാണ്. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. എന്നാൽ കാഫിറുകളുണ്ട്, കാഫിർ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ളതാണ്. എന്നാൽ മുസ്ലിം എന്നുള്ളത് നാവുകൊണ്ടും കൽബ് കൊണ്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർ. കാഫിറാകട്ടെ നാവുകൊണ്ടും കൽബ് കൊണ്ടും അള്ളാഹിനോട് വിരോധം വെക്കുന്ന ആളുകൾ. അവർ പ്രകടമായിട്ട് തന്നെ പറയും ഞങ്ങൾക്ക് വേണ്ടങ്ങൾ ഇസ്ലാം, ഞങ്ങൾ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലില്ല എന്ന് പറയും. എന്നാൽ മുനാഫിക് അങ്ങനെയല്ല. മുനാഫിക് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നാവ് കൊണ്ട് പ്രകടിപ്പിക്കും, ഷഹാദത്ത് കലിമ ചൊല്ലും, നിസ്കാരത്തിനുണ്ടാകും, എല്ലാത്തിനും മുന്നിലുണ്ടാകും. പക്ഷേ ഉള്ളു പൊള്ളയായ മരമാണവർ, ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ആളുകൾ. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതിന് മുമ്പ് ഇനിയുള്ള ഈ ആയത്തുകളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പറയാൻ പോകുന്ന ഭാഗത്തേക്ക് വരാം. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് നമുക്ക് ആദ്യം ഓതി നോക്കാം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. ഖൈനാണ്, ജീം ഹാ ഖാ, ഖൈൻ എന്നല്ല ഖാ. ഓക്കെ, യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. എല്ലാവരും നോക്കണേ. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. ഇവിടെ മുനാഫിക്കുകളുടെ സ്വഭാവം പറയാട്ടോ. മുനാഫിക്കുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് യുഖാദിഊന, അവര് വഞ്ചിക്കുന്നുണ്ട്.
അവർ വഞ്ചന കാണിക്കാണ്. ആരോട്? അല്ലാഹ്. അള്ളാഹിനോട് അവർ വഞ്ചന കാണിക്കുന്നു. യുഖാദിഊന അല്ലാഹ്. അള്ളാഹുവിനോട് അവർ വഞ്ചന കാണിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ അവർ വഞ്ചിക്കുന്നു. അള്ളാഹിനെ മാത്രമാണോ? അല്ല. വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും വിശ്വാസികളെയും അള്ളാഹുവിനെയും അവർ വഞ്ചിക്കുകയാണ്. അതിനാണ് അവർ പരിശ്രമിക്കുന്നത്, അവർ ചെയ്യുന്നത്. അതായത് പ്രകടമായി കൊണ്ടുവന്ന് അവർ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ അവര് ആന്തരികമായി ഇസ്ലാമിനോട് മനസ്സുകൊണ്ട് വിദ്വേഷം വെക്കുകയും ചെയ്ത് വിശ്വാസികളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ അവര് അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാനാണ് നോക്കുന്നത്. അവർ പറയണത് എന്താണ്? അവരെ മനസ്സിലുള്ളത് എന്താ? നമ്മൾ അവരെ പറ്റിച്ചേ, നമ്മൾ ഇവരെ പറ്റിച്ചേ, നമ്മൾ അവരെ വഞ്ചിച്ചു, നമ്മൾ അവരെ പറ്റിച്ച്, അല്ലെ? എന്നാൽ അള്ളാഹ് പറയാണ് വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല, അവർ വഞ്ചിക്കുന്നില്ല ഇല്ല അംഫുസഹും, അവരെ തന്നെയല്ലാതെ, അവർ സ്വന്തത്തിൽ ആത്മവഞ്ചനയല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. സത്യത്തിൽ അവര് സ്വന്തത്തിനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. വമാ യശ്ഉറൂൻ, അവരാകത്തെ അത് മനസ്സിലാക്കുന്നില്ല, അവരത് മനസ്സിലാക്കണില്ല. ഇവിടെ നോക്കുക, ഒരാള്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരു സംഭവമാണല്ലോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആളുകൾ ഞങ്ങളും വിശ്വാസിയാണെന്ന് പറഞ്ഞ് നബിന്റെ അടുക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ അവർ ഷഹാദത്ത് കലിമ ചൊല്ലുകയും ചെയ്യും. സഹാബിമാര് നിസ്കരിക്കുമ്പോൾ അവിടെ ആ സഫിലുണ്ടാകും. അവരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കേട്ടിരിക്കും, എല്ലാത്തിനും ഉണ്ടാകും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോട് അങ്ങേറ്റത്തെ വെറുപ്പായിരിക്കും. പിന്നെ എന്തിനാണ് അവർ ഈ ഒരു വാദവുമായിട്ട് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്ലാമിൻ്റെതായ എന്തെങ്കിലും ഒരു ഹൈറ് കിട്ടുകയാണെങ്കിൽ അതുണ്ട് പോന്നോട്ടെ. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന കുറെ ഓഫറുകൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായ വല്ല സഹായങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അതിന്റെ എന്തെങ്കിലും ഓഹരി കിട്ടും, അല്ലെങ്കിൽ സക്കാത്തിന്റെ ഓഹരി കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ സ്വതക്കയായിട്ട് കിട്ടും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓരുണ്ടാവുക. അതായത് സാമ്പത്തിക സഹായം കിട്ടും ഒന്ന്. അത് മാത്രമല്ല, മുസ്ലിമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും വരുമ്പോഴേക്ക് നബിയും സഹാബത്തും എല്ലാവരും, കാരണം ഞാൻ സത്യവിശ്വാസിയാണ്, മുസ്ലിമായ ഒരാളങ്ങനെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ പാടില്ല, നമ്മളും അതിന്റെ കൂടെ ഇറങ്ങണം. അതായത് ഇവർക്കൊരു സംരക്ഷണം കൊടുക്കുകയാണ്. അവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു സംരക്ഷണം കിട്ടുകയാണ്. ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതുണ്ട് അവിടെ. സത്യവിശ്വാസിയാണെന്ന് അവകാശപ്പെടുമ്പോൾ ബാക്കിയുള്ള വിശ്വാസികളൊക്കെ ഇവരെ സംരക്ഷിക്കും. ബാക്കിയുള്ളവർ കൊടുക്കുന്ന സമ്പത്തിന്റെ ഒക്കെ ഓഹരി ഇവർക്ക് കിട്ടും. ഭൗതികമായ ഒരുപാട് സഹായങ്ങൾ കിട്ടും. എന്നാൽ അവർക്കാകട്ടെ വേറൊരു പ്രശ്നമല്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അവര് അള്ളാനെ പറ്റിക്കാൻ നോക്കുകയാണ്, അവർ വിശ്വാസികളെ പറ്റിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയണത് എന്താ? അവർ അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാൻ നോക്കുന്നു. പക്ഷേ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, വല്ലാത്തൊരു വാക്കാണ്. അവർ സ്വന്തത്തെ അല്ലാതെ, ആത്മവഞ്ചനയല്ലാതെ അവർ ചെയ്യുന്നില്ല. അവർ അള്ളാഹിനെ പറ്റിച്ചിട്ട് അള്ളാഹ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹ്ക്ക് അതിൽ വല്ല സങ്കടമുണ്ടോ? അവര് സ്വന്തത്തെയാണ് നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തത്തിനെയാണ് അവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ യശ്ഉറൂൻ, അവരാകട്ടെ അത് മനസ്സിലാക്കണില്ല. കാരണം ആത്മവഞ്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് എല്ലാരും പറ്റിച്ച് 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 സ്വന്തത്തിനെ തന്നെ പറ്റിക്കണമെന്നുള്ള ചിന്ത അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ പ്രയോഗം നോക്കിയേക്കാം, ഖുറാനിന്റെ ഈ ആയത്തൊക്കെ ഇനി അങ്ങോട്ടുള്ള ഓരോ വാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതായ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇൻഷാല്ലാഹ് നമ്മൾ അതിലേക്ക് വരാം. ഈ അടുത്ത ആയത്ത് കൂടി പറഞ്ഞിട്ട് നമുക്ക് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സ്വഭാവം, വിശ്വാസം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറയാം. എല്ലാവരും ഇല്ല ഇവിടെ? ശ്രദ്ധിക്കണില്ലേ? ഓക്കെ അല്ലേ? ഇറങ്ങിപ്പോയോ? ഇല്ല, ഓക്കെ. നോക്കിക്കോളി, അടുത്ത 10ാമത്തെ ആയത്ത് കൂടി, ഇതും കൂടി നമ്മളിന്ന് പറയാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. ഇവിടെ ഫീ ഖുലൂബിഹിം മറദുൻ, ഖുലൂബിഹിം, അവിടെ ആ മീമിന് സുക്കൂനുണ്ട്, പിന്നെ അടുത്ത മീമിന് ഫത്ഹുണ്ട്. അതുകൊണ്ട് ഈ ഖുലൂബിഹിം
എന്നതിന്റെ പിന്നെ നിർത്തേണ്ടതില്ല, അതിനെ ചേർത്തിട്ടാ പറയാം. അതുകൊണ്ടാണ് മറലുൻ എന്നതിന് ശരിക്ക് ഷെദ് ഉണ്ടാവില്ല, മറലുൻ എന്ന് പറയും. മറ്റേ മീമ് കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ മീമിന് ഷെദ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതില് ഇതാ ഈ ഒരു ആയത്ത് ഫീ ഖുലൂബിഹിം എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്തിലെ ഈ മീമ്, ഇവിടെ മീമിന് എന്തില്ല, സുക്കൂന് വന്നിട്ടില്ല. ഈ മീമ് കൂടി ചേരുകയാണ്. ഈ രണ്ട് മീമും കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫീ ഖുലൂബിഹിം മറദുൻ, അങ്ങനെയല്ല, കൂട്ടിയിട്ടാ പറയാ. ഫീ ഖുലൂബിഹിം മറദുൻ, ഫീ ഖുലൂബിഹിം മറദുൻ, ഫീ ഖുലൂബിഹിം. ഈ മീമിനെ ഇതിലേക്കാണ് ചേർക്കും, രണ്ട് മീമാക്കിയിട്ട് ഇവിടെ ഉച്ചരിക്കും. മനസ്സിലായോ അല്ലേ? മനസ്സിലായോ? നമ്മൾ ഇദ്ഗാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇദ്ഗാം മുത്തമാസിലൈൻ, ഇദ്ഗാം മുത്തഖാരിബൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിച്ച് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദ. കണ്ടോ, ആ മറദ എന്നുള്ളതിൽ ഷദ്ദില്ല, ഇവിടെ ഷദ്ദ് വന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മീമിനെ ചേർത്ത് വെച്ച് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ അലീമുൻ, ഇവിടെ ഒരു മീമ് കണ്ടില്ല, അതാ ഈ ഒരു മീമ് കണ്ടോ, ഇത് ശരിക്കും ഇവിടെ മീമല്ല. ഈ മീമിന് ശേഷം, അതായത് ഇവിടെ ശരിക്ക് അലീമുൻ എന്നാണ് ഉള്ളത്, അലീമുൻ എന്നാണ്. നേരെ ശ്രദ്ധിക്കണേ. ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും അവർ മറന്നുപോയാലും നമ്മുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഓത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അദാബുൻ അലീമുൻ, അങ്ങനെ തന്നെയാണ്, അലീമുൻ എന്നാണ്. പക്ഷേ മീമ് തെൻവീനിന് ശേഷം, അഥവാ നൂനോ അല്ലെങ്കിൽ തെൻവീനോ ശേഷം ബാ വന്നാൽ, ദാ ഇവിടെ ബാ വന്നു. അതുകൊണ്ട് തന്നെ നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലീമുൻ എന്നതിലെ നുൻ എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മ് ആക്കും. അലീമും ബിമാ, അലീമും ബിമാ, അങ്ങനെയാണ് വരിക. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അലീമുൻ എന്നത് മാറ്റിയിട്ട് അലീമും എന്നാക്കും. മുൻ അല്ല, മും. അതാണ് ഈ മീമ് ഇവിടെ വരാൻ കാരണം. ഓക്കെ. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഓതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് കൂടി പറഞ്ഞു. ഫീ ഖുലൂബിഹിം, അഥവാ ആ മുനാഫിക്കുകളുടെ കൽബിലുണ്ട്. ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിലുണ്ട്, അവരുടെ കൽബിലുണ്ട്. മറലുൻ, രോഗമുണ്ട്, ഒരു തരം രോഗമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താണ് ആ രോഗം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട്. മറലുൻ, ഒരു രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറല, അപ്പോൾ സാദ, സാദ എന്ന് പറഞ്ഞാൽ അധികരിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. ഹും, അവർക്ക്, അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. മാറല്ലാ, ആ രോഗത്തെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരുടെ മനസ്സിൽ രോഗം വെച്ചപ്പോ അള്ളാഹ് അതിന് കൂട്ടിക്കൊടുത്തു. വലഹും അദാബുൻ അലീം, വലഹും അവർക്കുണ്ട്, അദാബുൻ ശിക്ഷയുണ്ട്, അലീമുൻ വേദനയേറിയ. അലം അലീം എന്ന് പറഞ്ഞാൽ വേദനയേറിയാണ്. അലീം അല്ല കേട്ടോ, അലീം എന്നാണ് അർത്ഥം മാറും. ഐനായി കഴിഞ്ഞാൽ അർത്ഥം മാറി. ഇവിടെ അലീം എന്ന് പറഞ്ഞാൽ വേദനയേറിയത്. അലീം എന്ന് പറഞ്ഞാലോ, ഐനാണെങ്കിലോ അലീം അറിവുള്ളവൻ. അലീം അറിവുള്ളവൻ, അങ്ങേയറ്റം അറിവുള്ളവൻ, അർത്ഥം മാറും. അപ്പോ വലഹും അവർക്കുണ്ട്, അദാബുൻ അലീം വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവര് ബിമാ കാനു ഒന്നുകൊണ്ട്, അവരായതുകൊണ്ട്, എന്ത്, യക്ദിബൂൻ കള്ളം പറഞ്ഞുകൊണ്ട്. അവർ കള്ളം പറഞ്ഞ കാരണത്താൽ, അവർ കളവാക്കിയ കാരണത്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കുക. രണ്ടായത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വമിനൻ നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, ഒരു പറയാണെന്ത്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷേ അവർ സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. ഇതാരെ കുറിച്ചാണ് പറയണത്? മുനാഫിക്കുകളെ കുറിച്ച്.
എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹ് പറയാണ്, അവർ യുഹാദിഊന അല്ലാഹ്, അള്ളാഹുവിനെ അവർ വഞ്ചിക്കാൻ നോക്കുകയാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അള്ളാഹിനെയും വിശ്വാസികളൊക്കെ ഒരു വഞ്ചിക്കാൻ നോക്കുന്നു, അവരെ പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷേ അവർ സ്വന്തത്തെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരത് മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയാണ്, അവരുടെ മനസ്സിലാവട്ടെ ഒരു തരം രോഗമുണ്ട്. ഈ നിഫാക്കുള്ള ആളുകൾക്കൊക്കെ ഒരു രോഗമുണ്ട്. അത് അള്ളാഹു എന്ത് ചെയ്തു? അവര് ആ രോഗം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അത് മാറ്റാൻ അവര് റെഡിയില്ല. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഇങ്ങനെ കൂട്ടി കൊടുക്കും. നിങ്ങൾ മാറാൻ റെഡിയില്ലേ, എന്നാ കൂട്ടിക്കോ, ഇഷ്ടം പോലെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്തിന്റെ പേരിൽ? എന്തിനാണ് അവർക്ക് വേദനയേറിയ ശിക്ഷ? ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവാക്കിയ കാരണത്താൽ. അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒക്കെ കളവാക്കിയ കാരണത്താൽ. ഇനി ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഈ രണ്ടായത്ത് എല്ലാവർക്കും മനസ്സിലായിക്കണോ? രണ്ടായത്ത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ രണ്ടായത്ത്. ഇനി അതിൽ ഒന്ന് വിശദീകരിക്കുക, ഇനി ഒന്നും പറയേണ്ടതില്ലല്ലോ, അർത്ഥം ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്നാ നേരെ വിഷയത്തിലേക്ക് വരാം. നിഫാഖ് രണ്ട് വിധത്തിലുണ്ട്. നേരെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മുടെ വിശദീകരണം. അപ്പൊ ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാലും ഒക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അയച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി കുറച്ച് വിശദീകരിച്ച് പറയാം. നിഫാഖ് രണ്ട് വിധത്തിലുണ്ട്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് വലിയ മുനാഫിക്ക്, മറ്റൊന്ന് ചെറിയ മുനാഫിക്ക്. ഈ വലിയ മുനാഫിക്ക് അല്ലെങ്കിൽ വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ്, അവരുടെ അഖീദയിൽ തന്നെ പിഴവ് വരും. ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ കർമ്മപരമായ വിഷയങ്ങൾ, പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ സ്വഭാവ മേഖലയിലൊക്കെ ഉള്ള ചില നിഫാഖുകൾ. നേരെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മദ്രസിൽ പഠിച്ചിട്ടുണ്ടാകും. ആയത്തുൽ മുനാഫിഖ് സലാസുൻ ഇദാ ഹദ്ദസ കദബ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില ഹദീസുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. മുനാഫിക്കിന്റെ ലക്ഷണം മൂന്നെണ്ണാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ അതൊക്കെ ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ വിശദമായിട്ടാണ് പറയുന്നത്, ഒരു ചെറിയ ഒരു കാര്യമല്ല, കുറച്ച് വിശദമായിട്ട് പറയാം. ഇപ്പൊ നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്, രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, എന്താണ് നിഫാഖ് എന്നോ? സുബ്ഹാനല്ലാഹ്, നമ്മളിത് പറഞ്ഞതല്ലേ? എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. വേറെന്താ പരിപാടിയിലാണോ? നിഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ. എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാണേ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ചോറ് വിളമ്പി നിൽക്കല്ലേ, ഇവിടെ ഇരിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യം എന്നാണ് അതിന്റെ അർത്ഥം. കാപട്യം. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപടൻ, കപട വിശ്വാസി. അയാളുടെ വിശ്വാസം, ഉള്ളിലുള്ള വിശ്വാസത്തിന് വിപരീതമായിക്കൊണ്ട് അയാൾ പ്രകടമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ഉള്ളിൽ അയാൾക്ക് ഇസ്ലാമിനോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഇസ്ലാമിനോട് വെറുപ്പ് ഉണ്ടാവുക. പക്ഷെ പ്രകടമായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ മുസ്ലിം ആണെന്ന് അവകാശപ്പെടും. ഉള്ളും പുറം വേറെ വേറെ ആയിരിക്കും. മുസ്ലിം ആണെന്ന് അവകാശപ്പെടും, പക്ഷെ ഉള്ളിൽ ഇസ്ലാമിനോടോ പരലോകത്തോടോ മുസ്ലിമീങ്ങളോടോ നബിയോടോ ഖുർആനിനോടോ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളാണ് മുനാഫിക്. ആ പ്രവർത്തനമാണ് നിഫാഖ്. നിഫാഖ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വിശ്വാസപരമായത്, അഥവാ അഖീദയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തത് കർമ്മപരമായത്, അതാണ് ചെറിയ നിഫാഖ് എന്ന് പറയുന്നത്. എന്താണെന്ന് ഓരോന്നും വിശദീകരിക്കാം. വിശ്വാസപരമായ നിഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിഫാഖാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വലിയ നിഫാഖാണ്. ഇസ്ലാം ബാഹ്യമായി പ്രകടമാക്കുകയും കുഫ്ർ ഗോപ്യമാക്കി വെക്കുകയും ചെയ്യലാകുന്നു ഇത്. ബാഹ്യമായിട്ട് ഒരെന്ത് ചെയ്യും? ഓരോ പേര് നല്ല പേരായിരിക്കും, മുസ്ലിം ആയിരിക്കും, ഒക്കെ ഉണ്ടാകും. ഒരു പ്രകടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ, പ്രകടമായി നോക്കിക്കഴിഞ്ഞാൽ അവര് മുസ്ലിമാണ്, പ്രകടമായിട്ട് അവര് മുസ്ലിമാണ്. എന്നാൽ അവരുടെ ഉള്ളു നോക്കിക്കഴിഞ്ഞാലോ അവർ ഇസ്ലാമിനോട് അങ്ങേറ്റം വിരോധമുള്ള ആൾക്കാരൊക്കെ, ഇസ്ലാമിന്റെ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവും. അതാണ് മുനാഫിക്ക്. പണ്ട് കാലത്തുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ആളുകൾ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, മദീനയിലാണ് ശരിക്കും മുനാഫിക്കൾ ഉണ്ടായിരുന്നത്, മക്കയിലില്ല.
മക്കയിലുള്ള ആളുകൾ ഒന്നുകിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ കാഫിറാണ്. ചില ആൾക്കാരുണ്ട് പിന്നെ അവർ ഇസ്ലാമിനോട് അങ്ങേറ്റം ഇഷ്ടമുള്ള ആളുകളുണ്ട്, പക്ഷേ പ്രകടമായിട്ട് പ്രകടിപ്പിക്കാൻ ചില തടസ്സങ്ങളുള്ളവരുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവരെ കൊല്ലും എന്നുള്ളത് കൊണ്ട്. എന്നാൽ മദീനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസികളാണ്, പക്ഷെ അവരുടെ കൂട്ടത്തിലാണ് ഈ തരത്തിലുള്ള കപടന്മാർ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇനി എന്താണ് അവരുടെ ആ ഒരു നിഫാക്കിനെ കുറിച്ച്, വലിയ നിഫാക്കിനെ കുറിച്ച് അള്ളാഹു എന്താ പറയണത്? ഈ ആയത്ത് നേരെ നോക്കിക്കോ. ഏതാണ് ആയത്ത് നോക്കിക്കോ, നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത ആഴ്ചകളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. മസലുഹും കമസലി ലദി ഇസ്തൗഖദ നാറ ഫലമ്മ അളാഅത് മാ ഹൗലഹു ദഹബ അല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ദുലുമാതി ലാ യുബ്സിറൂൻ സുമ്മുൻ ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ. ഈ മുനാഫിക്കുകളെ ഉപമ അള്ളാഹു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഉപമ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ ഒരു തീ കത്തിച്ചു, എന്നിട്ട് അവിടെ എല്ലായിടത്തും പ്രകാശം വന്നു, എന്നിട്ട് അയാൾ എന്ത് വെച്ച് കഴിഞ്ഞാല് ആ തീ കൊണ്ട് കെടുത്തിക്കളഞ്ഞു, എന്നിട്ട് ഒന്നും കാണാതെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പാണ്. ഇതെന്താ ഉദ്ദേശിക്കണത് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ കുഫറിന്റെ ഇരുട്ടിലായിരുന്നു, സത്യനിഷേധത്തിന്റെ ഇരുട്ടിലായിരുന്നു അയാൾ. പിന്നീട് ഇസ്ലാം എന്ന പ്രകാശം അയാൾക്ക് കിട്ടി. ആ പ്രകാശത്തിന്റെ വെളിച്ചമൊക്കെ അയാൾക്ക് കിട്ടിയിട്ട് അയാൾ പിന്നെന്ത് ചെയ്യാണ്, ഇസ്ലാമിനെ അങ്ങോട്ട് ഒഴിവാക്കും. എനിക്ക് ഇരുട്ട് മതി എന്ന് പറയുന്ന ആളുകൾ. നമുക്ക് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ആരൊക്കെയാണ് അതിൽ പെടുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഓരോ അടയാളങ്ങൾ നമുക്ക് പറയാം, ആരൊക്കെയാണ് ഈ വലിയ നിഫാക്കുള്ള ആളുകൾ എന്ന് പറഞ്ഞുതരാം. പല ആളുകളുടെയും പേരെന്നെ ചിലപ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. ഈ വലിയ നിഫാക്കാണ് ഏറ്റവും വലിയ ഗൗരവമുള്ളതും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളും കാഫിറുകളും നരകത്തിലാണ്, കാഫിറും നരകത്തിലാണ്, മുനാഫിക്കും നരകത്തിലാണ്. പക്ഷേ കാഫിർ ഒരു പക്ഷേ നരകത്തിന്റെ മുകൾ പരപ്പിലൊക്കെ ഉണ്ടാകുക, മുകളിലായിരിക്കും ഉണ്ടാകുക. അതായത് നരകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകും തോറും ശിക്ഷയുടെ കാഠിന്യം കൂടും. നേരെ ശ്രദ്ധിക്ക, ഇമാം ലഹാക്കിന്റെ ഒരു വാചകമുണ്ട്, നരകം എന്ന് പറഞ്ഞാൽ അടിത്തട്ടിലേക്ക് പോകും തോറും ശിക്ഷ കൂടും, സ്വർഗം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകും തോറും അതിന്റെ സ്ഥാനം കൂടും. സ്വർഗം ആഗ്രഹിക്കുന്നവർ ഏറ്റവും ഉയർന്ന സ്വർഗം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. നരകത്തിലെത്തുന്ന നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലെത്തുന്നവരാണ് ഏറ്റവും നിർഭാഗ്യം. അങ്ങനെ അടിത്തട്ടിലെത്തുന്നവരാരാന്നറിയോ? ഈ മുസ്ലിം പേര് പറയുന്ന ആളുകളാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മറ്റേതു പേരിലുള്ള ആളാണെങ്കിലും, മുസ്ലിം അല്ല എന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും ഒക്കെ അവരൊരു പക്ഷേ നരകത്തിലാവാം. പക്ഷേ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാം അനുസരിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് അവരുണ്ട്, ഏറ്റവും അടിത്തട്ടിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമാണെന്ന് അവകാശപ്പെടുക, എന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കുക, അങ്ങനെയുള്ളവരാണ് നരകത്തിന്റെ അടിത്തട്ടിൽ. അവർക്ക് ഇസ്ലാമിനോട് വിരോധമാണ്. ഇനി അവിടെ നമ്മൾ പറയാൻ പോകുന്ന ഭാഗം നേരെ ശ്രദ്ധിക്കണേ. ഈ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളിപ്പോ പറഞ്ഞ വിശ്വാസപരമായ നിഫാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തരത്തിലുണ്ട്. 6 തരത്തിലുണ്ട്. ഇതിൽ ഒന്നും നമ്മളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്നുമില്ല എന്നുള്ളത്. വിശ്വാസപരമായ നിഫാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരാളിൽ സംഭവിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അയാൾ പേര് അബ്ദുള്ളയാണെങ്കിലും ശരി, പേര് മുഹമ്മദ് ആണെങ്കിലും ശരി, പേര് അബൂബക്കർ ആണെങ്കിലും ശരി, പേര് ഖദീജ ആണെങ്കിലും ശരി, പേരെന്താണെങ്കിലും, പേര് ജാമിദ എന്താണെങ്കിലും ശരി, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, വേറൊന്നുമില്ല. അവിടെ നീ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറയുമ്പോൾ നേരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ചില ആളുകളൊക്കെ ഇസ്ലാമിന്റെ കുപ്പായിട്ടുകൊണ്ട് ഇസ്ലാമിനോട് എതിർക്കുന്ന ആളുകളുണ്ട്. അവർ കേട്ടോ, ഒന്നാമത്തെ കാര്യം നേരെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, തിരസ്കരിക്കുക, അഥവാ അദ്ദേഹം കൊണ്ടുവന്ന ഖുർആനും ഹദീസും തള്ളിക്കളയുക. ഒരാൾ മുനാഫിക്കിന്റെ ഒന്നാം പടി ചവിട്ടുന്നതിന് തുല്യമാണ്. അയാൾ നിഫാക്കിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളനാണെന്ന് പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഖുർആൻ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഹദീസ് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ആ ഒരു ഹദീസ് ഞാൻ ഈ ഹദീസുകളൊന്നും ഞാൻ സ്വീകരിക്കണില്ല എന്ന് പറയൽ.
പൂർണ്ണമായി അതിനെ തള്ളിക്കളയുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ്. അയാൾ മുനാഫിക്കാണ്, അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അയാൾ പേര് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല പേരായിരിക്കും, ലിയാഖത്ത് അലി എന്നായിരിക്കും, നല്ല പേരാണ്. അതേപോലെ തന്നെ ആരിഫ് ഹുസൈൻ എന്നായിരിക്കും, നല്ല പേരാണ്. അബ്ദുൽ ജബ്ബാർ എന്നായിരിക്കും പേര്. പക്ഷെ അവരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളയും റസൂലും പറഞ്ഞ ഒരു കാര്യത്തെ കളവാക്കിയാൽ അവൻ മുനാഫിക്കാണ്. ഇനി അത് പൂർണ്ണമായിക്കൊണ്ട് ഒഴിവാകുമ്പോൾ അയാൾ കാഫിറുമാകും, യാതൊരു സംശയമല്ല, അയാൾ കാഫിറായി മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക. അഥവാ അദ്ദേഹം കൊണ്ടുവന്ന ഖുർആനിലെയും ഹദീസിലെയും ചിലത് തള്ളിക്കളയുക. ഒന്നാമത് പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളയലാണെങ്കിൽ ഇതെന്താ വെച്ചാൽ പൂർണ്ണമായി തള്ളിക്കളയൊന്നുമില്ല. മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകൻ തന്നെ, സംശയമൊന്നുമില്ല. അല്ല അപ്പോ ഇത് അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കണേ, എനിക്ക് അതിങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല, എനിക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് എന്റെ കാര്യം പറയണ്ട, എനിക്കത് സ്വീകരിക്കാൻ കഴിയൂല, ഞാൻ സ്വീകരിക്കൂല. അയാളും മുനാഫിക്കണം. പൂർണ്ണമായി ഒഴിവാക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് ഞാൻ അവിശ്വസിക്കും, ചില കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാലും ശരി, ചില കാര്യങ്ങൾ വിശ്വസിക്കൂല. ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്, ഇത് പറഞ്ഞതിന് ശേഷം വിശദീകരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രവാചക ചര്യയോടും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടും വെറുപ്പ് വെക്കുക. മുഹമ്മദ് നബിയോട് വെറുപ്പ്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട് വെറുപ്പ്. നേരെ ശ്രദ്ധിക്കണേ, നേരെ ശ്രദ്ധിച്ചോളി. ഒരാള് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള മുനാഫിക്കായി മാറുന്ന വിശ്വാസപരമായ നിഫാക്കിന്റെ അടയാളമാണ് ഒന്നുകിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ്, അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണിക്ക് താഴെ ഒരു പുരുഷൻ വസ്ത്രം ധരിക്കാൻ പാടില്ല. എനിക്കത് അംഗീകരിക്കണം. എന്താ ഒന്ന് ധരിക്കുമ്പോഴേക്ക് ഇപ്പൊ പിന്നെ എന്താ പാന്റിന്റെ ഇതിലല്ലേ ഇപ്പൊ സ്വർഗം നരകമൊക്കെ തീരുമാനിക്കണം. അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനത്തെ ഒരു നരകത്തിലാണ് ഞാൻ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചര്യ പറഞ്ഞാൽ അത് സ്വീകരിക്കണം. ആ ചര്യ പല രൂപത്തിലുണ്ട്. ഒരു പക്ഷേ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, വേറെ ചിലതാകട്ടെ ചെയ്യാം. നീ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇസ്ലാം ഒന്ന് പുറത്തൊന്നും പോകൂല. അത് രണ്ടും പോലെയല്ല ഈ പറയുന്ന വാദം, വെറുപ്പ് വെക്കുക എന്നുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു സ്ത്രീയുടെ വേഷം എന്തായിരിക്കണം, പറഞ്ഞിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് നേരെ ഹദീസില്ലേ, ഒരു പെണ്ണിന്റെ വേഷം എങ്ങനെയായിരിക്കണം, ഒരു പെണ്ണ് എങ്ങനെയാണ് ഒരു പുരുഷന്റെ വിഷയത്തിൽ ഒരു പുരുഷന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടത്, സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല, ആണിന്റെ കാര്യത്തിലും ഉണ്ട്. അപ്പൊ അവിടെ ഇസ്ലാം പറഞ്ഞു ഒരു പെണ്ണ് അവളുടെ ശരീരം കാണിക്കാൻ പാടില്ല. എന്താ ഞാൻ കാണിക്കുമ്പോഴേക്ക് നബിക്ക് പതക്കണ്ട? ആ അന്നത്തെ കാലത്തല്ലേ, ഇന്നത്തെ കാലത്തൊന്നും അല്ല. ഇത് പോയി പണിക്ക് ഇതൊന്നും എനിക്ക് പറ്റൂല അല്ലെ? അതന്നെയാണ് നിഫാക്കിന്റെ അടയാളം. മുനാഫിക്കാണ്. അവരെ പേര് നല്ല പേരായിരിക്കും, നല്ല പേരുണ്ടാകും, അടിപൊളി പേരായിരിക്കും. പക്ഷെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരിക്കലും. അതെല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് വെറുപ്പ് വെക്കുക എന്നുള്ളത് അയാൾ മുനാഫിക്കിന്റെ ഏറ്റവും വലിയ ആളാണ് എന്നതിന്റെ തെളിവാണ്. നാലാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ചിലതിൽ അഥവാ ഖുർആനിലെയും ഹദീസിലെയും വിധി വിലക്കുകളിൽ ചിലതിൽ വെറുക്കുക, അവയോട് വിദ്വേഷം ഉണ്ടാകാം. ചില വിധി വിലക്കുകൾ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നബി ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അത് സ്വീകരിക്കില്ല. അതിന് ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇസ്ലാമികമായി കൊണ്ട് അനന്തരാവകാശ നിയമമുണ്ട്. ആ അനന്തരാവകാശ നിയമം എങ്ങനെയാണ്, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒരാൾ പറയുകയാണെന്ത്, അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കല്യാണം നടത്തും. അപ്പൊ ഈ അടുത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ കല്യാണം നടത്തിയാലും എനിക്ക് ഇസ്ലാമിന്റെ നിയമം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഖുർആൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾക്കുള്ള പേരാണ് ഈ മുനാഫിക്കുൻ അല്ലെങ്കിൽ നിഫാഖുൻ അക്ബർ എന്ന് പറയുന്നത്. വലിയ മുനാഫിക്കാണ്, വലിയ കപടനാണ്. പേര് ചിലപ്പോൾ നല്ല പേരായിരിക്കും, അള്ളാന്റെ പേരൊക്കെ ഉണ്ടാവും, ശുക്കൂറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇസ്ലാമികമായിട്ട് അത് ശരിയല്ല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ ഇന്റെ ഇഷ്ടം, ഇന്റെ താല്പര്യം അങ്ങനെയാണ്, അങ്ങനൊന്നും പറയാനേ പാടില്ല വിശ്വാസം. ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. എല്ലാ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഈ അടുത്ത് ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടപ്പോ അയാളുടെ ഭാര്യനോട് പറഞ്ഞു അത്രേ, അയാൾ മരിക്കണതിന് മുമ്പ് പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യരുത്, നീ ഇരിക്കേണ്ടതില്ല, ആചരിക്കേണ്ടതില്ല. അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആചരിക്കണോ വേണ്ടേ? ആചരിക്കണം, ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നല്ല, ഇരിക്കലല്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. ഇയാൾ എങ്ങനെ പറയും? ഇയാൾക്ക് ആ പെണ്ണിനെ ഭാര്യയാക്കി കൊടുത്തത് ആരുടെ പേര് പറഞ്ഞിട്ടാ? ബിസ്മില്ല ചൊല്ലിയിട്ടാണ്. ആ പെണ്ണിനെ, ഏതോ ഒരു പെണ്ണിനെ സ്വന്തം ഭാര്യയായത് ഒരു മഹർ കൊടുത്തത് കൊണ്ടോ ഒരു സ്വർണം കൊടുത്തത് കൊണ്ടോ അല്ല. നമ്മൾ ആർക്കൊക്കെ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ അവര് നമ്മുടെ ഭാര്യയാവുമോ, ഭർത്താവുമോ? അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് അയാളാണ്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അയാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അള്ളയാണെങ്കിൽ അയാൾ വിട്ടുപോകുമ്പോ അവൾ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ല, അള്ളയാണ്. അവിടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇദ്ദ ആചരിക്കേണ്ടത്, ഇദ്ദയിൽ എങ്ങനെയായിരിക്കണം. അപ്പൊ ഇയാളുടെ ഇഷ്ടത്തിൽ പറയാണ്, എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, പറ്റൂല, നീ ഇരിക്കേണ്ടതില്ല. അതെങ്ങനെ ഇയാൾ പറയും? ഖുർആനിന് വിരുദ്ധമായിട്ട് ഒരാൾ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അയാൾ മുസ്ലിമാണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഓരോന്നും എന്തെന്ന് വെച്ചാൽ വളരെയേറെ വിശദീകരിച്ച് പറയേണ്ട കുറേ കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ മാത്രമാണ് എന്ത് ചെയ്യണത്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ അഞ്ചാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിന് അഥവാ മതനിയമത്തിന് വല്ല താഴ്ചയും വരികയാണെങ്കിൽ, അഥവാ ആരെങ്കിലും ആ ശരീഅത്തിനെ താഴ്ത്തി പറഞ്ഞാൽ അതിൽ സന്തോഷിക്കുക. ഇത് ശ്രദ്ധിച്ചോളി, ഒരാള് മുനാഫിക്കാകുക എന്നുള്ളത് ഞാൻ ഇസ്ലാമിനെ ഒഴിവാക്കുന്നേ എന്ന് അയാൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരാളൊരു കാർട്ടൂൺ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീനിന് വിരുദ്ധമായി ഒരാളൊരു റീല് ചെയ്യുക, നമ്മൾ ആ റീലൊക്കെ കൊണ്ടുപോയി നമ്മുടെ കുടുംബ ഗ്രൂപ്പിലിടാ, ദാ കണ്ടോളിം ഇസ്ലാമിന്റെ ആൾക്കാരെന്നൊക്കെ പറയുന്നവരൊക്കെ കേട്ടോളിം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് അങ്ങനത്തെ ഒരു റീല് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോ അതിന് ചിരിച്ചു കൊടുക്കുക, അതിന് ലൈക്ക് അടിക്കുക, അല്ല ഇങ്ങനത്തെയും കുറെ ആൾക്കാരുണ്ട് എന്ന് പറയാ. അള്ളാഹ്ക്കും റസൂലിനും വിരുദ്ധമായ കാര്യത്തിലാട്ടോ ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഈ ലോകത്ത് ഒരുപാട് കള്ളന്മാരുണ്ട്, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ദീന് പഠിച്ച ആളുകളിൽ തന്നെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അവരെ വിമർശിക്കണ്ട എന്നല്ല, പക്ഷെ അവരെ വിമർശിക്കുക എന്ന പേരിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ, ഖുർആനിന്റെ ആയത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിനെ ഒരാൾ താഴ്ത്തി പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് വിമർശനങ്ങൾ പറയുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നുക രണ്ടെണ്ണം പറയണം. ഇന്നത്തെ എല്ലാവരും ഇപ്പൊ ദീനനുസരിച്ച് നടക്കണം, ഇങ്ങനത്തെ കുറച്ച് മറുപടികളും കിട്ടണം, എന്നാലും ഇപ്പൊ ഇന്നത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാൻ പറ്റുമോ? ആർക്കാ മറുപടി കൊടുക്കണ്ടേ? ദീനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നവർക്കാ മറുപടി കൊടുക്കണ്ടേ, അല്ലെ? അങ്ങനെയല്ല പല ഇന്നത്തെ സമൂഹത്തിലുള്ളത്, ഞങ്ങളല്ല കേട്ടോ പറയണത്, നിങ്ങൾ അങ്ങനെയാണെന്നല്ല, പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയാണ്, അല്ലെ? ചില ആളുകളൊക്കെ ഇസ്ലാമിക വേഷമല്ലാതെ റീല് ചെയ്യും, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു ദീന് പഠിച്ച ഒരാൾ, ദീൻ അറിയുന്ന ഒരാൾ അതിനെ വിമർശിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഉടനെ മറ്റയാൾ വീണ്ടും റീൽ ചെയ്യാണ്, എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി, നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ മതി, നിങ്ങൾ പുറത്തിറങ്ങണ്ട, നിങ്ങൾ നിങ്ങളെ പണി നോക്കിയാൽ മതി, ഞങ്ങൾ ഇവിടെ ചെയ്യും, നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? പല യൂട്യൂബേഴ്സിന്റെയും വരുമാനം തന്നെ ഈ ഇസ്ലാമിനെ എങ്ങനെ മോശാക്കാൻ പറ്റും, ഇസ്ലാമിനെ എങ്ങനെ കളിയാക്കാൻ പറ്റും, അതിന് ഭാര്യനെയും ഇറക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ പരസ്യങ്ങളും സ്വന്തം ഭാര്യന്റെ ശരീരം കാണിച്ചുകൊണ്ട് നടത്തുന്ന ദുയൂസുകളായ ആളുകൾ. ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദുയൂസ് ആർക്കെങ്കിലും അറിയോ? ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുയൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്.
അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമോ അള്ളാഹുവിന്റെ പരിഗണനയോ ലഭിക്കാത്ത ഒരാളാണ് ദയൂസ് അല്ലെങ്കിൽ ദുയൂസ് എന്ന് പറയും. ആരാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയോ? ദയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം കുടുംബത്തിനെ മ്ലേച്ഛ വൃത്തിക്ക് വേണ്ടി നിർബന്ധിക്കുന്നതാണ്, തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നതാണ്. സ്വന്തം കുടുംബത്തിന് തെറ്റിന് കൂട്ടുനിൽക്കുക, സ്വന്തം ഭാര്യയെ മറ്റുള്ളവന്റെ മുന്നിൽ കാണിക്കുക. അതാ കണ്ടോ, ഇത് എന്റെ ഭാര്യ കേട്ടോ, എന്റെ ഭാര്യ എന്നെ കാണാൻ വേണ്ടി വന്നതാ, എന്തെല്ലാം വാക്കുകളാ പറയുന്നത്. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നും കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക. അതിനെ വിമർശിക്കുന്നവർക്കാവട്ടെ ഉടനെ അയാൾക്കെതിരെ ചെയ്യാം, അയാൾക്കെതിരെ വീഡിയോ, അയാൾക്കെതിരെ മറുപടി. എന്നിട്ട് അതാ ടൈറ്റിൽ തന്നെ, തംബ്നെയിൽ അതന്നെ കൊടുക്കണേ. ഈ വാചകം ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ആളുകൾ പറയാണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെ അംഗീകരിക്കണില്ല. ആയിക്കോട്ടെ, എന്നാൽ ഇസ്ലാം ഒഴിവാണ് എന്നിട്ട് പറഞ്ഞാൽ മതി. ഇസ്ലാം ഒഴിവാണെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. കാരണം അങ്ങനത്തെ ചില ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നു, പിന്നെ അവരുടെ ഇസ്ലാമിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറില്ലല്ലോ. കാരണം എന്താ? ഒരു ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ അവനക്ക് നിയമല്ല. ഇത് ഇസ്ലാമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുക, എന്നാ മുസ്ലിമായി ജീവിക്കില്ല. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നു, എന്നാ മുസ്ലിമിന്റെ ഒന്നും ഉണ്ടാവില്ല. പേരിൽ മാത്രം ഇങ്ങനെ മുസ്ലിമായി നടക്കുക, നല്ല മുസ്ലിം പേരുണ്ടാകും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തലയിലൊരു തൊപ്പിയിടും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പർദ്ദ ഇടും, എന്നിട്ട് അത് വെച്ചിട്ട് അവിടെ വീണ്ടും റീല് ചെയ്യും. ഇതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. ഇതെന്റെ വാചകമല്ല, ഇതൊക്കെ ഖുറാനിന്റെ ആയത്തുകളും ഹദീസുകളും വെച്ചിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. ഇൻഷാല്ലാഹ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാം മതത്തെ സഹായിക്കുന്നതിനെ വെറുക്കുക. ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് അത് പറ്റൂല, അതിനെനിക്ക് പറ്റൂല, ഞാൻ സഹായിക്കൂല, എന്നെ കൊണ്ട് കഴിയൂല. ദുനിയാവിന്റെ എല്ലാ കാര്യത്തിനും ഒരു റെഡിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 1,00,000 ചെലവാക്കുന്ന ആള് ഒരു ദീനീയായൊരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ അതിനെന്തെങ്കിലും ഒരു 100 ഉറുപ്പിക തരുന്ന, എന്ത് 100 ഉറുപ്പിക, നിങ്ങൾ എപ്പോഴും ഈ പൈസ വെച്ച് കിടക്കല്ലേ, ഇതാണ് പറയാം. ഒരിക്കലും പ്രാരാബ്ധമായിരിക്കും. എന്നാൽ അതേ ആള് അന്ന് വൈകുന്നേരം കുട്ടികളെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. അന്ന് 1000 കൊടുക്കുക ഒരു പ്രശ്നമില്ല, അന്ന് 1500 കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ ദീനിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്കത് വലിയ ഭാരമായിട്ട് തോന്നും, വലിയ പ്രയാസമായിട്ട് തോന്നും. അതിനെ വെറുക്കുക. ഇതൊക്കെ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ പള്ളിയും വേണ്ട, ഒന്നും വേണ്ട, എന്താ ഇതൊക്കെ കൂടി ചെലവ്, എങ്ങനെ ഇപ്പൊ നടക്കുക? എന്നാ വീടില്ല എന്ന് പറയാൻ പറ്റേ? അത് പറ്റൂല. കുടുംബമില്ല എന്ന് പറയാൻ പറ്റേ? അത് പറ്റൂല. മക്കളുടെ വിദ്യാഭ്യാസം അതൊക്കെ ആവശ്യമുള്ളതാ. എന്നാ പള്ളിയോ? അത് ആവശ്യമില്ല. മദ്രസയോ? അത് ആവശ്യമില്ല. ദീനോ? അത് ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. അതന്നെയാണ് മുനാഫിക്കാണെന്ന് പറയുന്നത്. അതാണ് മുനാഫിക്ക്. ഞാനിത് പറയുമ്പോൾ കുറച്ച് വൈകാരികത കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം. കാരണം എന്താ വെച്ചാൽ ചിലതൊക്കെ കണ്ടും പിന്നെ ബോധ്യപ്പെട്ടിട്ട് ചില ആൾക്കാരൊക്കെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഇത് പിന്നെ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിൽക്കുകയാണ് എന്ത് ചെയ്യണത്. ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമ്മളെങ്കിലും മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തിൽ, ആ ഒരു നസീഹത്തിൽ മാത്രമാട്ടോ ഇത് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്. ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മൾ പിന്നെ വിശ്വാസപരമായ നിഫാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസപരമായ നിഫാക്കിനെ കുറിച്ച് അത്രയും പറഞ്ഞു. ഇനി കർമ്മപരമായ നിഫാക്കുണ്ട്. നേരെ ശ്രദ്ധിക്കണേ. കർമ്മപരമായത്, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനിയുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഇസ്ലാമെന്ന് പുറത്തു പോകൂല, പക്ഷേ അയാൾക്ക് നരകണ്ടോ, അയാളുടെ തെറ്റിനനുസരിച്ചുകൊണ്ട്, ആ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട്, പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നരകം കിട്ടാം. ഈമാൻ കൂടും കുറയും എന്നുള്ളത് പോലെ തന്നെ ഈ നിഫാക്ക് കൂടും കുറയും ചെയ്യും. നേർക്ക് നേരെ ഒരു ഇസ്ലാമെന്ന് പുറത്തൊന്നും പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് രണ്ടും കൂടി പറഞ്ഞിട്ട് ഞാൻ ചില പൊതു വിഷയങ്ങൾ കൂടി പറയാം. ഇതിലെന്താ വെച്ചാൽ ചെറിയ നിഫാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കെ കാപട്യത്തിന്റെ ചില കർമ്മങ്ങൾ പ്രവർത്തിക്കലാകും. ഹൃദയത്തിൽ അയാൾക്ക് വിശ്വാസമുണ്ട്, അയാൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്, വിശ്വാസിയാണ്, പക്ഷേ അയാൾക്ക് ചില കാപട്യങ്ങളുണ്ട്. അയാൾക്കുണ്ട്. അതിലെന്താന്ന് വെച്ചാൽ സ്വജനങ്ങൾക്ക് ഒപ്പിച്ച് വിശ്വാസത്തിനും അവിശ്വാസത്തിനും അരി നിൽക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എല്ലാ ദീനിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടെയാണെങ്കിൽ ഞാൻ നല്ല ദീനിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. എന്നാൽ നേരെ ശ്രദ്ധിക്കുക, എന്നാൽ
ദീനൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാരടുത്ത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ കളിയും തമാശയൊക്കെ ഉള്ള ആൾക്കാരടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരാൾ ഇങ്ങനെ പോവുകയാണ്, താടി വെച്ച ഒരാൾ. അപ്പൊ ഉടനെ നോക്കിയേക്കും എൻ്റെ താടി എന്താ ഇതിറ്റൊന്നും പിന്നെ ആ താടിയൊക്കെ ഒന്ന് ശരിയാക്കി കൂടെ, എന്താ താടിക്ക് വെച്ചിട്ട് അപ്പൊ ദീനൊക്കെ. ഇത് അയാൾ വേറൊരാൾ കമന്റ് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചിരിച്ചു കൊടുക്കുക. അതാണ് ഇപ്പൊ ഈ പറയുന്നത്. വിശ്വാസികളുടെ കൂടെ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കും, ഇതിനെതിരെ പറയുന്ന ആളുകൾക്ക് കൂടെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും. അല്ലെ, നമ്മൾ ചിലപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോഴായിരിക്കും ഒരാൾ ഇങ്ങനെ പർദ്ദയൊക്കെ ധരിച്ചിട്ട് വരും. അപ്പൊ ഉടനെ അവള് വലിയ ഒരു ബീവി ആയിട്ട്, ഇപ്പൊ വലിയ ബീവിയാണ്. പണ്ടൊക്കെ എന്തായിരുന്നു ഇവിടെ സ്വഭാവം? ഇപ്പൊ കുറച്ചൊക്കെ എന്തൊക്കെയോ പഠിച്ചു, എവിടൊക്കെയോ പഠിക്കുന്നുണ്ട്, അത്രേ ഓൺലൈനിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയണേക്കാണ്. ഇപ്പൊ ഇവിടെ നന്നായി എന്ന് പറഞ്ഞ് ഒരാൾ കമന്റ് ഇടുമ്പോ, ഒരാളൊരു വാക്ക് പറയുമ്പോ അതിനനുസരിച്ച് നമ്മൾ നിന്നൊടുക്കാം. അതാണ് നിഫാക്കിന്റെ മറ്റൊരു കർമ്മപരമായ നിഫാക്കിന്റെ ഒരു ലക്ഷണമാണത്. ദീനിന്റെ നമുക്കറിയാം, ആ ചെയ്ത ആള്, ആ വസ്ത്രം ധരിച്ച ആൾ, അയാൾ ചെയ്ത ദീനാണ്, അയാളെ വിമർശിക്കാനൊന്നുമില്ല. പക്ഷെ ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ കൂടെ ഇങ്ങനെ നിന്ന് നിൽക്കുക. ഒരു വിമർശനം പറയുമ്പോഴേക്ക് എന്നാ പിന്നെ അങ്ങനെ തന്നെ, ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ നിഫാക്കുള്ള ആളുകളാണ്. രണ്ടാമത്തത്, ഐഹിക താല്പര്യങ്ങളിൽ ലയിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാനിർദ്ദേശങ്ങളെ അവഗണിക്കുക. അവർക്ക് ദുനിയാവ് മാത്രം മതി, ദുനിയാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മുനാഫിക്കിന്റെ ലക്ഷണം കേട്ടോ ഈ പറയണേ. അവർക്ക് ദീനിന്റെ ഒരു കാര്യം ഉണ്ടാവും, അവരതൊന്നും സ്വീകരിക്കാൻ റെഡിയില്ല, അത് ഒഴിവാക്കുക. ഇത് പറ്റൂലേ, അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഇതൊക്കെ കൂടി നടന്നിട്ടാണ് ഇപ്പൊ ജീവിതമൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പോ ഇങ്ങോട്ടിപ്പോ ഈ പറഞ്ഞ പോലെ ആരാ ജീവിക്കണം? ആരെല്ലാവരും കണക്കാം എന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞ ആയത്തിനെ ഓരങ്ങോട്ട് ഒഴിവാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അവരുടെ ഒഴിവാക്കും. ഒരു കയ്യിലൊന്നും തീരാനില്ല, താല്പര്യമുണ്ട് അങ്ങനത്തെ ആളുകൾ. മൂന്നാമത്തെ കാര്യമാണ് ധനമോഹം, നേതൃത്വമോഹം, അസൂയ മുതലായ കാരണങ്ങളാൽ ഇസ്ലാമിക ആദർശങ്ങളെ വകവെക്കാത്തത്. അവർക്ക് ഈ സമ്പത്തിനോട്, അല്ലെങ്കിൽ ഒരു പിന്നെ മഹലിന്റെ ആളാ ഞാൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്നെയാണ് എല്ലാവരും നോക്കുന്നത്, അല്ലെങ്കിൽ മറ്റോരോടുള്ള ഒരു അസൂയ, ഈ കാരണങ്ങൾ എന്ത് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ ഒരു എന്ത് ചെയ്യൂല, സ്വീകരിക്കും. ഇസ്ലാമിന്റെ ആദർശങ്ങൾ സ്വീകരിക്കൂല. ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകും. ആ നഷ്ടം നികത്താൻ ഞാൻ റെഡിയല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് ഇസ്ലാമിന്റെ ഈ ആശയം വേണ്ട, ആ ഹദീസ് ഞാൻ സ്വീകരിക്കണില്ല, ഈ പറയുന്ന ആളുകൾ. നാലാമത്തത്, ഉപജീവന മാർഗങ്ങളിലും മറ്റും വ്യാപൃതരായി പരലോക വിചാരവും മതനിഷ്ഠയും നഷ്ടപ്പെട്ടവർ. നേരെ ശ്രദ്ധിച്ചോളി, ഉപജീവനത്തിന് വേണ്ടി, ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ ഓടാൻ തുടങ്ങും. പരലോകത്തിന്റെ ഒരു ചിന്ത ഉണ്ടാവില്ല. ഓരോ പ്രാർത്ഥന മുഴുക്കൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അത്രേ ഉള്ളൂ. അള്ളാഹുവേ ദുനിയാവിൽ തന്നെ. അവരുടെ പ്രാർത്ഥന 100 കാര്യങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം പരലോകം, ബാക്കി 99 ഇഹലോകത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ആലോചിച്ചോളിട്ടോ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചോളി. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ റബ്ബേ വീട് തരണേ, റബ്ബേ കുട്ടിയുടെ കല്യാണം നടക്കണേ, റബ്ബേ രോഗം മാറ്റി തരണേ, റബ്ബേ ഇന്ന കാര്യങ്ങൾ ചെയ്തേ, ഒക്കെ ദുനിയാവിന്റെ വിഷയം. പരലോകത്തിന്റെ കാര്യത്തിലോ സ്വർഗം തരണേ, കഴിഞ്ഞു. ഒന്നുമില്ല, വേറൊന്നും നമുക്ക് വേണ്ട. ഒറ്റ ചോദ്യം മാത്രം, ഒരു ചോദ്യത്തിൽ കഴിഞ്ഞു. ബാക്കി ദുനിയാവോ 100 കണക്കിന് ചോദ്യങ്ങൾ, എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചർച്ച. ദുനിയാവല്ലാത്തൊന്നും അവർക്ക് പറയാണ്ടാവും. പരലോകത്തിന്റെ ആരെങ്കിലും പറയുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നാണ്, എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി അപ്പ പരലോകം, മരണം, ഖബർ, ഇതന്നെ ഇവർക്ക് പറയാൻ. അല്ലെ, ദീനുമായിട്ട് എന്തെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിനോട് വെറുപ്പായിരിക്കും. ദീനുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ദീനുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് പ്രയാസമായിരിക്കും. എന്താ കാര്യം? ഓരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, പിന്നെ ഉപദേശങ്ങൾ കേട്ട് നിൽക്കേണ്ടി വരും, അതനുസരിച്ച് നിൽക്കേണ്ടി വരും. ഓരോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ നിസ്കരിക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ, പിന്നെ TV ഒന്നും ഓണാക്കാൻ പറ്റൂല, മൊബൈലൊന്നും സൗണ്ട് കൂട്ടാൻ പറ്റൂല, ഇങ്ങനെ കുറെ നിയമം. അതോടെ നമുക്ക് കുറെ വീട്ടിൽ പോണ്ട. ഇനി അങ്ങനെ ദീനുള്ള ഒരാൾ നമ്മളെ വീട്ടിൽ വരികയാണെങ്കിലോ, ചങ്ങായി ഒന്ന് പോയി കിട്ടിയാൽ മതി, ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി. ഇവരെങ്ങനെ കുറേ നിയമങ്ങളുണ്ട്, ഇവർക്ക് കുറേ നിയമങ്ങൾ, ഇവർക്ക് മാത്രം സ്വർഗമുള്ളൂ. എന്നാ ഒരു പറഞ്ഞത് ദീനല്ലേ? ആ ദീനാണ്. ഒരു പറഞ്ഞത് ഖുർആനല്ലേ? ആ ഖുർആനാണ്. ഒരു പറഞ്ഞത് ഹദീസല്ലേ? ഹദീസാണ്. പക്ഷേ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ,
അതാണ് മുനാഫിക്കിന്റെ മറ്റൊരു ഭാഗം. ഇനി അഞ്ചാമത്തത്, ഇസ്ലാമിനെ പൊതുവിൽ നിഷേധിക്കുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചോ ഇസ്ലാമിന്റെ ഏതെങ്കിലും സ്പഷ്ടമായ അധ്യാപനങ്ങളെ സംബന്ധിച്ചോ സംശയങ്ങളും ആശങ്കയും വെച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും എനിക്ക് സംശയമായിരിക്കും. ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംശയമല്ല. സംശയം എന്നുള്ളത് പഠിക്കണം എന്ന ഉദ്ദേശത്തിലുള്ള സംശയമല്ല, മറിച്ച് എന്താ ഇപ്പൊ കുറെ ഇസ്ലാം, ഇതിപ്പോ നമ്മളൊക്കെ ഇപ്പൊ കുറെ നിസ്കരിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം, നിസ്കരിച്ചാൽ ഇപ്പോഴും സ്വർഗം കിട്ടുക, അള്ളാഹ്ക്കിപ്പോ എന്തിനാ നമ്മളെ നിസ്കാരം, നോമ്പെടുക്കണം എന്ന് പറയുമ്പോ അല്ല, ഇതിപ്പോ നോമ്പെടുത്തപ്പോ നമ്മുടെ ശരീരം കേടില്ലല്ലേ ചെയ്യാ, അള്ളാഹ്ക്കിപ്പോ നോമ്പെടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ വിമർശിച്ചോന്നല്ല, ഞാൻ പറയാ വെറുതെ അങ്ങനെ പറഞ്ഞതാണ്. ജക്കാത്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ എടുത്തിട്ട് ഓർക്ക് കൊടുക്കണ്ടേ? ഇന്റെ ജക്കാത്തിന്റെ പൈസ, ഇന്റെ പിന്നെ സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണം കഷ്ടപ്പെട്ട് എന്റെ വാപ്പ എനിക്ക് തന്നതാ, എന്നിട്ട് ഞാൻ അയിന്നുണ്ട് കൊടുക്കേ? അതൊന്നും നടക്കൂല കേട്ടോ. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ എന്നോട് ജക്കാത്തിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അയാള് ടോട്ടൽ ഇപ്പൊ ഏകദേശം എന്താവും എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയാളുടെ കയ്യിൽ അന്ന് ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് എന്തുണ്ട്, അയാളുടെ അടുത്ത് സമ്പത്തുണ്ട്. അപ്പോ പിന്നെ അയാൾ എന്നോട് ചോദിച്ചു എത്ര ജക്കാത്ത് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം നിങ്ങൾ 25,000 രൂപയാണ്, 10 ലക്ഷം ആണെങ്കിൽ 25,000 കൊടുക്കേണ്ടിരുന്ന അല്ലെ, 10 ലക്ഷത്തിന് 1 ലക്ഷത്തിന് 2,500 അപ്പൊ 10 ലക്ഷം എന്ന് പറയുമ്പോൾ 25,000. ഇത് പറഞ്ഞത് ഉടനെ ഇയാൾ പറഞ്ഞത് അറിയും, 25,000 റുപ്യ കൊടുക്കേ? അല്ലാ, അതൊന്നും നടക്കൂല. നമ്മക്ക് എന്തെങ്കിലും ഒരു 5,000 റുപ്യക്ക് കൊടുക്കാന്നല്ലാതെ 25,000 ഇപ്പൊ എങ്ങനെ കൊടുക്കുക? നമ്മളെ പൈസ അല്ലേ ഇപ്പൊ, അത് നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഇത് പഠിച്ചവനോട് പറഞ്ഞാൽ മതിയല്ലോ. നോക്ക് എന്താ വാക്കെന്നറിയോ? എന്താണ് ആ വാക്ക്? അള്ള നിർബന്ധമാക്കിയ ഒരു സാധനത്തെ അയാളുടെ ഒഴിവാക്കുക. അള്ള ഒരു കാര്യം പറയാ, അയാളുടെ ഇഷ്ടത്തിന്. അയാൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ ഈ 10 ലക്ഷം കൊണ്ട് വന്നിട്ടില്ല, പടച്ചോൻ കൊടുത്തതാണ്. ഓരോന്നും അള്ള ഇങ്ങനെ കൊടുത്തതാണ്. എന്നിട്ട് കുറച്ച് സമ്പത്ത് ഉണ്ടായപ്പോ അള്ള അതിന്റെ ഒരു 2.5% കൊടുക്കാൻ പറഞ്ഞേ. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 100 രൂപ ഞാനിതിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസിക്ക് അതിന്റെ ഒരു 2.5 രൂപ എടുത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ എന്താ ഇതിന് നഷ്ടം വരാനുള്ളേ? എന്താ നഷ്ടമുണ്ടോ? ബാക്കി 97 ഞമ്മക്കുണ്ട്, 2.5 മറ്റൊരു കൊടുക്കാൻ പറഞ്ഞേ. 100 രൂപന്റെ കണക്ക് അങ്ങനെയാണെങ്കിൽ 1000 രൂപ നമ്മളെ കയ്യിൽ പടച്ചോൻ തന്നിട്ട് പറയാണ്, നിങ്ങൾ 25 റുപ്യ വേറെ ആൾക്ക് കൊടുക്കണം. 1000 റുപ്യ നമ്മുടെ കയ്യിൽ പടച്ചോൻ തന്നതല്ലേ? അതെ. 10,000 തന്നതാരാ? പടച്ചോനാണ്, അള്ളാണ്. 1 ലക്ഷം തന്നതാരാ? അള്ളാഹുവാണ്. നിങ്ങളടുത്ത് സ്വർണം 20 പവനും 30 പവനും 40 പവനും 50 പവനും തന്നതാരാ? നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ ഈ സ്വർണ്ണം ഇട്ടിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഉമ്മാന്റെ കയ്യിലോ വാപ്പാന്റെ കയ്യിലോ സഹോദരന്റെ കയ്യിലോ ഭർത്താവിന്റെ കയ്യിലോ പടച്ചോൻ കൊടുത്തതാ. എന്നിട്ടാണ് നമ്മളെ കയ്യിൽ ഈ സ്വർണം കിട്ടിയത്. എന്നിട്ട് ഈ സ്വർണം കിട്ടിയിട്ട് അതിന്റെ ഒരു 2.5% കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്കതിന് കഴിവില്ല, നമുക്കതിന് പറ്റൂല, ഞാനതിന് റെഡിയല്ല എന്ന് പറയുന്നവർ അവർ യഥാർത്ഥ വിശ്വാസിയാണോ എന്നെന്ത് ചെയ്യണം? നമ്മൾ സ്വയം പരിശോധിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ. കാരണം അള്ള ഒരു കാര്യം പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ അതിലിങ്ങനെ സംശയം വെച്ചുകൊണ്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇങ്ങനെ ഒന്നും കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിഷേധങ്ങളും കളിയാക്കലുകളും ഉണ്ടാകാൻ പാടില്ല. 6ാമത്തെ കാര്യം കേട്ടോ, ഇസ്ലാമിന്റെ ഏതെങ്കിലും എതിർ കക്ഷികളോടുള്ള അനുഭാവവും ചായ്വും നിമിത്തം അവരെ സഹായിക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും വേണ്ടി ഇസ്ലാമിക തത്വങ്ങളെ നിസ്സാരമാക്കുന്നവർ. നേരെ ശ്രദ്ധിക്കുക. ഈ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ വരാം, എന്നാലും ഞാൻ പറയാം. ഇസ്ലാമിനോട് വിരോധമുള്ള ആളുകളുണ്ട്, നിരീശ്വരവാദവുമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടി അവരെ കൂടെ നടക്കുക. നമ്മുടെ ഇസ്ലാമിനോട് വിരോധമൊന്നുമില്ല, പക്ഷെ ഓരോ കൂടെ ഇങ്ങനെ നടക്കുക. ഒരു പക്ഷേ ഇസ്ലാമിനെ അങ്ങേയറ്റം വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ഒരിക്കലും LDF UDF രൂപത്തിലല്ല പറയുന്നത്, പക്ഷെ കമ്മ്യൂണിസം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കമ്മ്യൂണിസം വേറെയാണ്, ഇസ്ലാം വേറെയാണ്. കമ്മ്യൂണിസത്തിനോട് യാതൊരു ബന്ധവും ഇസ്ലാമിനില്ല. എന്നാൽ അതിന്റെ കൂടെ എങ്ങനെ നടക്കാം, അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അവരെന്ത് ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറഞ്ഞാലും അതിന് ചിരിച്ചു കൊടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ.
ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ LDF UDF രൂപത്തിലുള്ള വർത്തമാനമല്ല ഞാൻ പറയണത്. യഥാർത്ഥ കമ്മ്യൂണിസവും യഥാർത്ഥ ഇസ്ലാമാണ്. ഇവിടെ എങ്ങനെ എന്നുള്ളതല്ല, ഇവിടെ എന്താണ് എന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം, ഇസ്ലാമിനോട് വിരോധം വെച്ചു പുലർത്തുന്ന, ഇസ്ലാമിനെ മോശമായി കാണുന്ന, ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങളെ കളിയാക്കുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങളെ പരിഹസിക്കുന്ന ആളുകളുമായിട്ട് കൂടി നിൽക്കുക. അവരെങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് നിന്നു കൊടുക്കുക. അത് നിഫാഖിന്റെ അടയാളമാണ്. ഇതാണ് രണ്ട് തരത്തിലുള്ള നിഫാഖ്. പ്രകടമായ രണ്ട് നിഫാഖുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വലിയ നിഫാഖാണ്, മറ്റൊന്ന് ചെറിയ നിഫാഖാണ്. ഈ കർമ്മപരമായ നിഫാഖില് കർമ്മപരമായ കാപട്യമുള്ളവരിൽ കുറച്ച് ഈമാനും കുറച്ച് നിഫാഖും ഉണ്ടാകും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിസ്കരിക്കുന്ന ആൾക്കാരാണ്, നിസ്കരിക്കണവരല്ലേ, ആ നിസ്കരിക്കണവരാണ്. നോമ്പെടുക്കണില്ലേ, ആ നോമ്പെടുക്കണവരാണ്. ഒരു ഹജ്ജിന് പോയിട്ടില്ലേ, ഹജ്ജിന് പോയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ കൂടെ ഒരു നിന്നു. ഇസ്ലാമിനെ വിമർശിക്കൊന്നുമില്ല, അവർ വിമർശിക്കൊന്നുമില്ല, പക്ഷെ കൂടെ നിന്നൊടുക്കുക. നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ട് ട്ടോ, ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ടാവുക. ഈ പ്രയോഗങ്ങൾ അവർ വിമർശിക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ, അതിനെ തിരിച്ചൊന്ന് പറയാത്തൊരവസ്ഥ, ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മുനാഫിക്കാണ് എന്നത്. ഇനി നിഫാഖ് അധികരിക്കുകയാണെങ്കിലോ അയാൾ വ്യക്തമായ മുനാഫിക്കാവും ചെയ്യും. ഈ ചെറിയ ചെറിയ രൂപം പറഞ്ഞാലോ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, അയാൾ വലിയ മുനാഫിക്കായിട്ട് മാറാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഇനി വേറെ ചില നിഫാഖുകളെ കുറിച്ച് കൂടി ചെറിയ രൂപത്തിലൊന്ന് നമുക്ക് പറയാം. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നിഫാഖുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർബഉൻ, 4 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസ. ആരിലെങ്കിലും ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ പൂർണ്ണമായ ഒരു മുനാഫിക്കാണ്, അല്ലെങ്കിൽ മുനാഫിക്കിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها إذا اؤتمن. അത് ഏതൊക്കെയാണെന്നുള്ളതാട്ടോ പറയണത്. إذا اؤتمن خان, അവൻ വിശ്വസിച്ചാൽ ചതിക്കും. وإذا حدث كذب, സംസാരിച്ചാൽ അവൻ കളവ് പറയും. وإذا عاهد غدر, അവൻ കരാർ ചെയ്താൽ ലംഘിക്കും. وإذا خاصم فجر, അവൻ തർക്കിച്ചാൽ, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, ഫജറ, അവൻ ദുഷിച്ചത് പറയും. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഇതൊക്കെ ചെയ്യണ ഒരാള് വ ഇൻസാമ, അവൻ നോമ്പെടുത്താലും, വസല്ല, അവൻ നമസ്കരിച്ചാലും, വസഅമ, അവൻ വാദിക്കുന്നു, അന്നഹു മുസ്ലിം, ഞാൻ മുസ്ലിമാണ് എന്നവൻ അവകാശപ്പെട്ടാലും ശരി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, വിശ്വസിച്ചാൽ ചതിക്കുക, സംസാരിച്ച കളവ് പറയുക, കരാർ ചെയ്താൽ ലംഘിക്കുക, തർക്കിച്ചാൽ ദുഷിച്ചത് പറയുക, മോശം പറയുക, ഇങ്ങനത്തെ ഒക്കെ ഒരാളാണെങ്കിൽ അയാൾ മുനാഫിക്കാണ്. ഇതൊക്കെ വിശ്വാസപരമായതല്ല, മറിച്ച് ഒരാളുടെ സ്വഭാവ സംബന്ധമായ വിഷയങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. സ്വഹാബിമാര് പോലും പേടിച്ചൊരു കാര്യമുണ്ട്, ഞാനൊറ്റ മുനാഫിക്കാണോ എന്ന് പേടിച്ച ആൾക്കാരുണ്ട്. ഇബ്നു അബി മുലൈക്ക എന്ന് പറയുന്ന ഒരു താബി പണ്ഡിതൻ പറയാണ്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ 30ഓളം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങനത്തെ കുറേ സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. 30ഓളം സ്വഹാബിമാരെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, കുല്ലുഹും, അവരെല്ലാവരും, യഖാഫുൻ നിഫാഖ അലാ നഫ്സിഹി, സ്വന്തത്തിന്റെ കാര്യത്തിൽ ഈ നിഫാഖിനെ അവർ പേടിച്ചിരുന്നു. ഞാനെങ്ങാനും നിഫാഖിൽ പെട്ടുപോകുമോ, ഞാനൊറ്റ മുനാഫിക്കായി മാറുമോ, എൻ്റെ അടുക്കൽ നിഫാഖ് വരുമോ, ആ പേടി ഉണ്ടായിരുന്നു ഒരിക്കൽ. നമ്മൾ നോക്കുക, നമ്മൾക്ക് ഒരു പേടിയില്ലല്ലോ. എന്തെല്ലാം വാക്കുകൾ പറഞ്ഞാലും, എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്താലും, എന്തെല്ലാം അഭിപ്രായ പ്രകടനം നടത്തിയാലും, ആർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്താലും, ഞാൻ ഒരിക്കലും മുനാഫിക്കല്ല. ഇതാ നമ്മളെ ധാരണ. അവിടെയാണ് സ്വഹാബിമാരുടെ പേടി, ഞങ്ങളെ മുനാഫിക്കായി പോകുമോ എന്ന പേടി. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു ഹുദൈഫ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഹുദൈഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് പല രഹസ്യങ്ങളും നബി ഷെയർ ചെയ്തത് ഈ സ്വഹാബിയോട്. എത്രത്തോളം എന്നാൽ മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകളുടെ പേര്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഹുദൈഫനെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാണ്, ഹുദൈഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുനാഫിക്കരുടെ പേര് പറഞ്ഞപ്പോ അൽ സമ്മാനി, എന്റെ പേരെങ്ങാനും ഒരു വന്നിട്ടുണ്ടോ? നിന്റെ പേരെങ്ങാനും നബി പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു പേടി നോക്ക്. ഓരൊക്കെ സത്യവിശ്വാസിയാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. പക്ഷെ എന്നാലൊരു പേടി, നിന്റെ പേരെങ്ങാനും അതിലുണ്ടോ? ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഞാൻ എങ്ങാനും ഒരു മുനാഫിക്കിന്റെ പ്രവർത്തനം ചെയ്തു പോയിട്ടുണ്ടോ? ആ ഒരു പേടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഈ നിഫാക്കിനെ നമ്മൾ ഭയപ്പെട്ട് അതിൽ നിന്നും ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയുള്ളൂ. അതല്ല എങ്കിലോ തീർച്ചയായും നമ്മൾ പരാജയപ്പെടും. ഇതിൽ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വെച്ച് പറയാം. വലിയ നിഫാക്കും ചെറിയ നിഫാക്കും തമ്മിലുള്ള വ്യത്യാസം നേരെ ശ്രദ്ധിക്കണേ. വലിയ നിഫാക്കും ചെറിയ നിഫാക്കും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. വലിയ നിഫാക്ക് ഒരാളിൽ സംഭവിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇസ്ലാം എന്ന് പുറത്തു പോകും. അയാളുടെ ഉള്ളിലുള്ളത് അഥവാ മനസ്സിലുള്ളതും പുറത്തുള്ളതുമായ വിശ്വാസത്തിൽ പരസ്പരം വ്യത്യാസം വരുന്നതാണ്. ഓന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഓൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇത് ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാവില്ല. പ്രകടമായിട്ട് ഓൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകടമായ ആ ഒരു പ്രവർത്തനം അയാളിൽ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ കപട വിശ്വാസിയായി പിന്നീട് നേരെ കാഫിറായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാം. അയാൾ ഒരിക്കലും പശ്ചാത്തപിക്കൂല. എന്നാൽ ചെറിയ നിഫാഖ് അത് സംഭവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. പക്ഷേ അവന്റെ രഹസ്യത്തിലും പരസ്യത്തിലും കർമ്മങ്ങളിൽ മാത്രം പരസ്പരം വ്യത്യാസം വരും. അതായത് ഓന്റെ ഉള്ളു വേറെയും പുറം വേറെയായിരിക്കും. അത് വിശ്വാസത്തിൽ ഉണ്ടാവില്ല. വിശ്വാസപരമായിട്ട് അവന് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിനനുസരിച്ചൊന്നും ജീവിതം ഉണ്ടാവില്ല. ഇനി അയാളുടെ ഈമാൻ കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു പക്ഷേ ഈ നിഫാഖൊക്കെ സംഭവിക്കുക. ആള് മുസ്ലിം തന്നെയാണ്. പക്ഷേ അയാൾക്ക് വിശ്വാസം കുറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ വരും. എന്നാൽ അയാൾ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു ഒരു പക്ഷേ അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ആയത്തുകളിൽ പരാമർശിച്ച 11 കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ 2 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കാം. നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ പറയണ മനസ്സിലാവണില്ലേ എല്ലാവർക്കും? ഓക്കെ, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ലാസ്റ്റ് പറയട്ടോ. അതിൽ ഒന്നാമത്തെ വെച്ചാൽ കപടന്മാരുടെ കുതന്ത്രങ്ങളും വഞ്ചനയും നടത്തുന്നവരാണെന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. അവരെ വഞ്ചനയും കുതന്ത്രങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നവരാണ് മുനാഫിക്കുകൾ. രണ്ടാമത്തത്, അവരുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം. ഒരു വിശ്വാസി കാപട്യമുള്ള അല്ലെങ്കിൽ കപടതയുള്ള മുനാഫിക്കായ ഒരാളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവും. നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മൾക്ക് പണി തരാൻ എപ്പോഴും എന്ത് ചെയ്യും, നോക്കി നടക്കണം. അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിൽ ആരപ്പോ മുനാഫിക്കെന്ന് നമുക്കിപ്പോ എങ്ങനെ തിരിച്ചറിയാം? പണ്ഡിതന്മാരോട് ആ വിഷയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു യോജിപ്പും ഉണ്ടാവില്ല. അങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ കാര്യത്തിലും അങ്ങനെ വലിയ വർത്താനം പറയും, പക്ഷെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇസ്ലാമിനെ എന്ത് ചെയ്യും, അവൻ കുറ്റപ്പെടുത്തും. അങ്ങനത്തെ ആളായിരിക്കും. അതാണ് മുനാഫിക്ക്. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും, അവന്റെ കർമ്മപരമായ വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. മൂന്നാമത്തത്, കുതന്ത്രങ്ങൾ നടത്തുന്നവർ സ്വയം നാശത്തിൽ തന്നെയാണ്. മുനാഫിക്കിന്റെ പറഞ്ഞപ്പോൾ അള്ളാഹ് എടുത്തു പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു അള്ളാനെ പറ്റിക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ശരിക്ക് സ്വയം പറ്റിക്കപ്പെടുകയാണ്. നമ്മളിങ്ങനെ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരും അറിയാതെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ അള്ളാഹ് കാണുന്നുണ്ടല്ലോ. അവൻ അള്ളാനെ പറ്റിക്കാൻ നോക്കുകയാണ്, പക്ഷെ അള്ളാഹു അല്ല പറ്റിക്കപ്പെടുന്നത്, അവൻ സ്വയം പറ്റിക്കപ്പെടുകയാണ്. നാലാമത്തത്, മോശപ്പെട്ട പ്രവർത്തനം നിരന്തരമായി ചെയ്യുന്നയാൾക്ക് കണ്ണിൽ അന്ധത ബാധിക്കും, ഒന്നും മനസ്സിലാവില്ല. വലാ യശ്ഉറു എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതിനെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ തെറ്റുണ്ടാവില്ല പറഞ്ഞാൽ തെറ്റാണെന്ന് അയാൾക്ക് തോന്നൂല, അയാളിൽ മുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തത്, ഒരു മനുഷ്യൻ സത്യം ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരികയും അത് സ്വീകരിക്കാൻ മടി കാണിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയം രോഗിയാകും. അത് കൂടി വരും. ഒരാള് സത്യം ഉൾക്കൊള്ളുന്ന അയാൾക്കുണ്ട്, എന്നിട്ട് മുന്നിലേക്ക് വന്നു, സത്യം മനസ്സിലായി,
ഏയ് അതെ, സംഭവം നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. സംഭവമായത്തുണ്ട്, അതീത്തുണ്ട്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്താലേ, ഇപ്പൊ ഞാനത് ഉൾക്കൊണ്ടുകയാണെങ്കിൽ എനിക്ക് കുറേ നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്വീകരിക്കണില്ല. അയാളുടെ മനസ്സിൽ ഒരു രോഗം വരും. മനസ്സിൽ രോഗം കേട്ടോ, ശരീരത്തിലല്ല, മനസ്സിൽ ഒരു രോഗം ഉണ്ടാവും. പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരും. അയാൾക്ക് പിന്നെ ഇസ്ലാമിനോട് വെറുപ്പ് വരാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ ഇത് സ്വീകരിക്കണം, ഒന്നുകിൽ ഞാൻ സ്വീകരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പോ ഇസ്ലാമിനോട് ഇങ്ങനെ വെറുപ്പ്. കാരണം എന്താ വെച്ചാൽ ഇത് സ്വീകരിക്കണ്ടേ, ഇത് സ്വീകരിക്കണ്ടേ, ഞാൻ ഇപ്പൊ എന്താ, എന്റെ ഇഷ്ടം അങ്ങനെയല്ലല്ലോ, എന്റെ ഇഷ്ടം അങ്ങനെയല്ലേ. ചില ആൾക്കാരുണ്ട്, ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം എങ്ങനെയാണ്, എന്റെ ഇഷ്ടം എങ്ങനെയാണ്, അല്ല ഇസ്ലാം അങ്ങനെയാണ്. ആ ഇസ്ലാം ഉണ്ട്, എനിക്ക് ഇസ്ലാമായി കുടുങ്ങിയാൻ, ഇസ്ലാമായി കുടുങ്ങി. അതാണ് ആ പറഞ്ഞത്, ആ രോഗത്തിലേക്ക് ഇങ്ങനെ വരും. പിന്നെ ഇങ്ങനെ രോഗി ആ രോഗവുമായിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് അവസാനം ഇസ്ലാം എന്നിട്ട് പുറത്തു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. ആറാമത്തതാണ്, കപടന്മാരുടെ മനസ്സിലുള്ള രോഗങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ശുബഹാത്ത്, മറ്റൊന്ന് ഷഹബാത്ത്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ, സമയം കൂടുതലാണെന്നുള്ളത് കൊണ്ടാണ്. ഏഴാമത്തത്, ഒരാൾ വഴിപിടക്കാൻ കാരണം അയാൾ തന്നെയാണ്. ഒരാൾ വഴിപിടക്കാൻ കാരണം അയാൾ അള്ളാഹനെ കുറ്റം പറയണ്ട, അയാൾ സ്വയം തീരുമാനിക്കാണെന്ത്. നമ്മൾ ഇതിനു മുമ്പ് ആയത്ത് പറഞ്ഞല്ലോ, ഫലമ്മ അസാഹു അസാഹു അല്ലാഹു ഖുലൂബഹും. അവരെന്ത് ചെയ്യണം, സ്വയം വഴി തെറ്റിയപ്പോൾ അള്ളാഹു അവരെ വഴി തെറ്റിച്ചു. ഇതേപോലെ തന്നെ ഒരാൾ കാപട്യം സ്വയം കൊണ്ടു നടക്കുകയാണ്, അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് ഇങ്ങനെ ഒഴിവാകണം, അയാളുടെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട്, താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമെന്ന് മെല്ലെ മെല്ലെ പോകുന്ന ഒരു കപടനായി മാറും. എട്ടാമത്തത്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് പോലെ കുഫറും നിഫാക്കും അഥവാ കപട വിശ്വാസവും കൂടുകയും കുറയുകയും ചെയ്യും. അല്ല ഈമാനു യസീദു വയംഖുസു എന്നാണല്ലോ, ഈമാൻ കൂടും കുറയും. അതേപോലെ തന്നെ കുഫറും കൂടും കുറയും, നിഫാക്കും കൂടും കുറയും. അതിനനുസരിച്ച് കൊണ്ട് തെറ്റുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പൊ ഒരു വിശ്വാസി എപ്പോഴും എന്ത് ചെയ്യണം, അതിൽ പേടിയുള്ള ഒരാളാവണം. ഒൻപതാമത്തത്, കപടന്മാർക്ക് ശക്തമായ താക്കീത് നൽകുന്നു. അദാബുൻ അലീമുൻ, ശക്തമായ വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്നുള്ള ഒരു താക്കീത് അള്ളാഹു ഇതിന് നൽകുന്നുണ്ട്. പത്താമത്തത്, കപടന്മാർ സ്വയം കളവ് പറയുകയും മറ്റുള്ളവരെ കളവാക്കുകയും ചെയ്യുന്നു. അവർ സ്വയം കളവ് പറയാം, അവർക്ക് ഇസ്ലാമിൽ വിശ്വാസമല്ല, പക്ഷെ അവർ പറയണം എന്താ, ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു. അവർ കളവ് പറയാം, എന്നിട്ടോ മറ്റുള്ളവരെ കളവാക്കുക, ഇസ്ലാം ശരിയൊന്നല്ല, മനസ്സുകൊണ്ട് അവൻ ഇസ്ലാമിനോട് വിരോധമുള്ള ആളാണ്. പതിനൊന്നാമത്തത്, അവൻ കളവ് പതിനൊന്നാമത്തെ ഈ വിഷയത്തിലുള്ള ഒരു കാര്യമാണ്, കളവ് പറയാൻ പാടില്ല. ഒരു വിശ്വാസി ഒരിക്കലും കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനാവൂല എന്ന ഒരു കാര്യം കൂടി ഇതിൽ അറിയിക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കുറച്ച് സമയം ദീർഘിച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് പെട്ടെന്ന് ഓതിപ്പോകാം. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ രണ്ട് ആയത്തുകളിലൂടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ വീണ്ടും മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അവരുടെ ചരിത്രം, അതായത് അവരെന്നാണ് അവരുടെ തുടക്കം ഉണ്ടായത്, അതേപോലെ തന്നെ അവരുടെ വിഭാഗങ്ങളെ കുറിച്ച്, പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, ഈ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സുകളിലൂടെ പറയാനുണ്ട്. കാരണം അടുത്ത ആയത്തുകളിലും ഒക്കെ ഈ മുനാഫിക്കുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിഫാക്കിന്റെ ഒന്നുമില്ല എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.